പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 2-ാമത് വാക്യത്തിൽ ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല എന്നൊരു പ്രസ്താവനയുണ്ട്. വാസ്തവത്തിൽ ഇന്നിൻ്റെ കാലത്ത് നാം ഭൂതലത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാമെങ്കിൽ ഒരു നല്ല പങ്കാളുകളും നന്മകളും ശ്രേഷ്ഠതകളും ഉയർച്ചകളും സമ്പാദിക്കേണ്ടതിനു വേണ്ടി എന്ത് തിന്മയും പ്രവർത്തിപ്പാൻ മടിയില്ലാത്ത ഒരു സമൂഹമായി തീർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ ഒരു വസ്തുതയാണ്. നന്മ സമ്പാദിക്കുന്നതിന്, ഉയർച്ചകൾ സമ്പാദിക്കുന്നതിന്, സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നതിന് ഏത് തിന്മയും ഏത് കളവും ഏതടവും പ്രയോഗിക്കുന്ന അനവധി ആളുകളുണ്ട്. ആ നിലകളിൽ അവർ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു എങ്കിലും പിന്നത്തേതിൽ അവരെ നാം പരിശോധിച്ചു നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്കെവിടെയും എത്തിച്ചേരുവാൻ കഴിയാതെ പോയ ചരിത്രമാണ്. എന്നാൽ ദൈവം തരുന്ന നന്മകളും ദൈവം തരുന്ന സ്ഥാനങ്ങളും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളും മതി എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് പോയിട്ടുള്ള ആളുകളൊക്കെ ദൈവത്താലുള്ള സമാധാനം അനുഭവിപ്പാനും അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനും കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. രാജാക്കന്മാർക്കെഴുതിയ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിനകത്ത് ഒരു ഗേഹസിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രവാചകനോട് കൂടെ പ്രവാചകൻ നൽകുന്ന ശ്രേഷ്ഠമായ പദവികളിലും നന്മകളിലുമൊക്കെ ജീവിപ്പാനായിട്ട് അർഹതപ്പെട്ട ഗേഹസി നയമാൻ്റെ കയ്യിൽ നിന്ന് ചില സമ്പാദ്യങ്ങൾ കൈപ്പറ്റുന്നതിനു വേണ്ടി കള്ളത്തരങ്ങൾ പറയുവാനും അത് നേടിയെടുക്കുവാനും ഇടയായി തീർന്നു എന്നുള്ളത് സത്യമാണ്. ആ നന്മയുമായിട്ട് മുൻപോട്ട് വരുമ്പോൾ തനിക്കൊത്തിരി സന്തോഷമുണ്ടായിരുന്നു എങ്കിലും ആ സന്തോഷം അധികകാലം നിലനിന്നില്ല എന്ന് മാത്രമല്ല, അതവൻ്റെ ജീവിതത്തിൽ അവനൊരു അപകടക്കെണിയായി അത് ഭവിപ്പാനുമിടയായി എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ ഏറിയ നാളുകൾ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന ഏറ്റവും ശ്രേഷ്ഠനായ യൂദ എന്ന് പറയുന്നൊരു മനുഷ്യനെക്കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. തനിക്ക് സമ്പാദ്യത്തിലുള്ള ആഴമായ ആഗ്രഹം നിമിത്തം തന്നെ താനാക്കിക്കൊടുത്ത, തന്നെ നിത്യതയുടെ അവകാശിയാക്കിയ ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ തന്നെ ഒറ്റിക്കൊടുത്തിട്ട് കിട്ടിയ സമ്പാദ്യം താൻ കരസ്ഥമാക്കുവാൻ ഇടയായി തീർന്നു. ആ സമ്പാദ്യവുമായിട്ട് തനിക്കിനിയുള്ള കാലം ഏറ്റവും സന്തോഷവാനായി ജീവിക്കാമെന്ന് ചിന്തിച്ചെങ്കിലും ആ സമ്പാദ്യം തൻ്റെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞ് തൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവനായി ആ നന്മകളെല്ലാം വലിച്ചെറിഞ്ഞ് താൻ ആത്മഹത്യ ചെയ്ത ചരിത്രമാണ് ബൈബിളിൽ ഓർമ്മപ്പെടുത്തുന്നത്. തിന്മ കൊണ്ടും ദുഷ്ടത കൊണ്ടും അനീതി കൊണ്ടും അകൃത്യം കൊണ്ടും ചതി കൊണ്ടും വഞ്ചന കൊണ്ടുമൊക്കെ വേണമെങ്കിൽ സമ്പാദ്യങ്ങൾ നമുക്ക് നേടാൻ കഴിയും. മാത്രമല്ല, അംഗീകാരങ്ങളും അധികാരങ്ങളും പദവികളുമൊക്കെ തിന്മ കൊണ്ട് നേടിയെടുക്കുവാൻ കഴിയും. എന്നാൽ അതിന് അധികം ആയുസ്സില്ല എന്ന് മാത്രമല്ല, അത് നിങ്ങളെയും
നിങ്ങളുടെ തലമുറകളെയും നശിപ്പിക്കുവാൻ കാരണമാകും. എന്നാൽ ദൈവം നൽകുന്ന ആ നന്മയിൽ സന്തോഷിച്ച് ജീവിതത്തിൽ മുൻപോട്ട് കടന്നു പോകുന്നെങ്കിൽ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. നശിക്കുന്നവരായിട്ടല്ല, നന്മയുള്ളവരായി തീരേണ്ടതിന് ദുഷ്ടത വിട്ട് നന്മ ചെയ്യുന്നവരായി തീരുവാൻ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം എൻ്റെ കേൾവിക്കാരെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ദുഷ്ടത കൊണ്ട് സമ്പാദ്യം നേടിയ അനവധി ആളുകൾ തകർന്നുപോയ ലോകത്ത് ആ നിലകളിൽ സമ്പാദ്യത്തിനു വേണ്ടി തിന്മ പ്രവർത്തിപ്പാൻ ഞങ്ങളെ അനുവദിക്കാതെ ഞങ്ങൾ ആവോളം നന്മ ചെയ്തുകൊണ്ട് ദൈവം നൽകുന്ന നന്മയിൽ സന്തോഷിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.